إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പ്രകടിപ്പിച്ച് അവന്റെ തഖ്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ലോക നിയന്താവ് നമുക്കേവർക്കും അതിന് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഭൂമി ലോകത്തെ ജീവിതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി മാത്രം അർപ്പിക്കുകയും ഈ ജീവിതത്തിൽ വരുന്ന മുഴുവൻ താളപ്പിഴവുകളെയും തിരുത്തുകയും നമ്മുടെ മലിനമസമാക്കപ്പെട്ട ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യേണ്ടുന്ന ബാധ്യതയാണ് നമുക്കുള്ളത്. ഏത് സമയവും ഈ ഭൗതിക ലോകത്തോട് വിട പറയാനുള്ള സാധ്യതകളാണ് നമുക്കുള്ളത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെയും മറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നവുമില്ലാതെ ഇറങ്ങിപ്പോകുന്ന ആളുകൾ, അതുപോലെ തൊഴിൽ മേഖലകളിലേക്ക് വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ഇറങ്ങിപ്പോകുന്ന ആളുകൾ തിരിച്ച് അവരുടെ റൂഹ് വേർപ്പെടുത്തപ്പെട്ട ഡെഡ് ബോഡികളാണ് തിരിച്ചു വരുന്നത്. ഇങ്ങനെ അനവധി അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇങ്ങനെയുള്ള ഭീകരമായ സാഹചര്യങ്ങൾ ഏതു സമയത്തും സംഭവിക്കാം എന്ന ഓർമ്മയോടുകൂടെയാവണം നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ലോകത്തെ പഠിപ്പിക്കുന്നത് അക്സിറൂ മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ ഈ ഭൂമി ലോകത്തെ എല്ലാവിധ സുഖാഡംബരങ്ങളെയും നശിപ്പിക്കുന്ന, തകർത്ത് തരിപ്പണമാക്കുന്ന മരണത്തെ നിങ്ങൾ സ്മരിക്കുക, സദാ സന്ദർഭങ്ങളിലും നിങ്ങൾ ഓർക്കുക. നാം മരണത്തെ ഓർക്കുകയും പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതുപോലെ ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നബിയെ തങ്ങൾ പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി. അതൊരിക്കലും വിലപ്പോകുന്ന പ്രശ്നമല്ല. ഖുർആൻ വളരെ ഖണ്ഡിതമായ ഭാഷയിൽ നമ്മോട് താക്കീത് ചെയ്യുകയാണ്. അപ്പോൾ ഏത് സമയത്തും ഈ ലോകത്തോട് വിട പറയേണ്ടി വരുമെന്ന ബോധം നമുക്കുണ്ടാകുമ്പോൾ സുന്ദരമായി ഭദ്രമായ ആരോഗ്യത്തോടുകൂടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ വാഹനാപകടങ്ങളിൽ, ഭീകരമായ അപകടങ്ങളിൽപ്പെട്ട് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഈ ലോകത്തോട് വിട പറയുന്ന സാഹചര്യമുണ്ടാകുന്ന ആളുകൾ, ഒരുപാട് വ്യക്തികളുമായുള്ള ഇടപാടുകളും വാക്കുപരമായ, സാമ്പത്തികമായ, മാത്രമല്ല സ്വന്തം അല്ലാഹുവുമായുള്ള 1000 പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ മുഴുവൻ ബാക്കി കിടക്കുന്ന ആളുകൾ. ഈ ആളുകളോട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ മരണം നിങ്ങളെ പിടികൂടാൻ തയ്യാറാകുമ്പോൾ
മലക്കുൽ മൗത്ത് നിങ്ങളെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പാപക്കറകളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഫുടീകരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ സുഖാഡംബരങ്ങളെയും തകർക്കുന്ന മരണത്തെ നിങ്ങൾ ഓർക്കുക. മരണത്തെ ഓർക്കുമ്പോൾ നിങ്ങളുടെ പട്ടികയിൽ നിന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ പാപക്കറകളെയും ഓരോ സെക്കൻഡിലും നിങ്ങൾ നീക്കിക്കൊണ്ടേയിരിക്കും. സദാസന്ദർഭങ്ങളിലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അവനോട് തൗബ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാം എത്രയോ സഹോദരന്മാർ, നമ്മോടുകൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാർ, ആരോഗ്യഭദ്രതയുടെ പ്രതീകങ്ങളായിരുന്ന സഹോദരന്മാർ, സെക്കൻഡുകൾ കൊണ്ട് ലോകത്തോട് വിട പറയേണ്ടുന്ന നിരവധി അനുഭവങ്ങൾ. അള്ളാഹു അവർക്കെല്ലാം അവരുടെ ഖബറുകളെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. എത്രയോ ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. അതുപോലെ നമ്മളും വിട പറയേണ്ടവരാണ്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും കണക്കുകളും തീർക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായുള്ള വാക്കുതർക്കങ്ങളും സാമ്പത്തിക ബാധ്യതകളും പരിഹരിക്കാൻ അവസരമില്ലാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നമുക്കറിയാം, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ധീരമായി രക്തപ്പുഴയിലൂടെ നീന്തുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ധീരമായി ഇസ്ലാമിന് വേണ്ടി പടനയിക്കുകയാണെങ്കിൽ, അങ്ങനെ ആ പടയോട്ടത്തിൽ രക്തസാക്ഷിയായ മനുഷ്യൻ മറ്റുള്ളവരുമായി വല്ല സാമ്പത്തികമായ ഇടപാടുണ്ടെങ്കിൽ ആ ഇടപാടല്ലാത്ത മുഴുവൻ കാര്യങ്ങളും അവന് പരിഹരിക്കപ്പെടുന്നു. അത് നാളെ മഹ്ശറയിൽ അതും ബാക്കിയാക്കപ്പെടുന്നു. അതുകൊണ്ട് ആ രക്തസാക്ഷിയും പ്രശ്നസങ്കീർണമായ അന്തരീക്ഷത്തിൽ അകപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ സമീപിക്കുകയുണ്ടായി. മഹാനവറുകൾ പറയുന്നത്, രക്തസാക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ ചിറകിലേറി അള്ളാഹുവിന്റെ സ്വർഗീയാരാമത്തിലൂടെ പറവകൾ പോലെ പാറിക്കളിക്കുന്നവരാണ്. പക്ഷേ ആ രക്തസാക്ഷികൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നത് ഇല്ലദ്ദൈൻ, അവരുടെ കടബാധ്യതകൾ, മറ്റുള്ളവരുമായുള്ള ഇടപാടുകൾ അത് പരിഹരിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ രക്തസാക്ഷികൾക്ക് പോലും അത് രൂക്ഷമായ പ്രശ്നം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് സദാ സന്ദർഭങ്ങളിലും നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സാമ്പത്തികമായ, അതുപോലെ തന്നെ വാക്കുപരമായ, കുടുംബപരമായ, സാമൂഹികപരമായ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ മറ്റ് വ്യക്തികളുമായുള്ള മുഴുവൻ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. അവിടെ താമസമുണ്ടാവാൻ പാടില്ല. അതുപോലെ അള്ളാഹുവുമായുള്ള പ്രശ്നങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന സാഹചര്യമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, തൂബൂ ഇലല്ലാഹി ജമീഅ, ഓ മനുഷ്യരെ, നിങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് പാപമോചനം തേടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങൂ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാവാം. നിങ്ങൾ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് പാപമോചനം തേടുക. വിശ്വാസികളെ വിളിച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, വിശ്വാസികളെ, നിങ്ങൾ വിജയിക്കണമെങ്കിൽ, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റുകളിൽ നിന്ന് നിങ്ങൾ മോചനം തേടുക. അതില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. എത്രമാത്രം ഇവിടെ കൊമ്പുള്ള ഒരു ആട് കൊമ്പില്ലാത്ത ഒരു ആടിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മഹ്ശറയിൽ ഇവിടെ കൊമ്പില്ലാത്ത ആടിന്റെ ശിരസിൽ മഹ്ശറയിൽ അതാ തിരിച്ചു കൊമ്പ് കൊടുത്ത് തിരിച്ചങ്ങോട്ട് ആക്രമിപ്പിക്കുന്നു. ഇത്രയും കണിശമായി അള്ളാഹു പ്രതികാര നടപടികൾ ആത്മീയ ലോകത്ത് നടപ്പിൽ വരുത്തുമ്പോൾ വളരെ ഗൗരവത്തോടെ നാം ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യരുമായുള്ള എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കുകയും അള്ളാഹുവിനോട് സദാ സന്ദർഭങ്ങളിലും അവനോട് മനംനൊന്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പാപക്കറകളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹരീമിലെ 8-ാം വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, ഓ വിശ്വാസികളെ, അള്ളാഹുവിലേക്ക് നല്ല രൂപത്തിൽ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക. നല്ലതുപോലെ നിങ്ങൾ തൗബ ചെയ്യുക. നിരവധി അനവധി ഖുർആനിക വചനങ്ങളിൽ പാപമോചനത്തിന്റെ പ്രസക്തി വിളിച്ചറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബാക്കളെ പഠിപ്പിക്കുകയാണ്, ഇന്ന സ്വാഹിബ ശിമാലി ലയർഫഉൽ ഖലമ 6 സഅഅത്ത്, നമ്മളുടെ തിന്മകൾ രേഖപ്പെടുത്താനുള്ള മലക്കുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്ക്
നാം ഒരു തിന്മ ചെയ്താൽ ആ മലക്കഥ 6 സാഅത്തിന് അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തുന്ന പേന അദ്ദേഹം ഉയർത്തിപ്പിടിക്കുകയാണ്. ഈ സാഅത്ത് കൊണ്ട് നിർവചിക്കപ്പെടുന്നത് പണ്ഡിതന്മാര് പറയുന്നു, നമ്മുടെ ഈ ഭൂമി ലോകത്ത് നമ്മൾ കണക്കാക്കുന്ന മണിക്കൂർ തന്നെയാണ്, അതല്ല മലായിക്കത്തിന്റെ അടുക്കലുള്ള പ്രത്യേകമായ സമയമാണ് എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനം പറയാറുണ്ട്. എന്തു തന്നെയായിരുന്നാലും 6 സാഅത്തിന് ആ മലക്ക് തിന്മ എഴുതുന്ന മലക്ക് ഒരു മുസൽമാൻ തിന്മ ചെയ്താൽ ആ തിന്മ രേഖപ്പെടുത്താതെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഇവൻ ചെയ്ത ഈ തെറ്റാണ് എന്ന് ആ ദുർബല നിമിഷത്തിൽ അവൻ തെറ്റ് ചെയ്യുമ്പോൾ, ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മണിക്കൂർ കഴിയുമ്പോൾ, തെറ്റാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ, അള്ളാഹുവിനോട് പാപമോചനം തേടാൻ അവൻ തയ്യാറാകുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യുന്നു മലായിക്കത്തുകൾ. വിശ്വാസികൾ തെറ്റ് ചെയ്യുമ്പോൾ ആ വിശ്വാസി തൗബ ചെയ്യുന്നില്ല എങ്കിൽ, അള്ളാഹുവിനോട് പാപമോചനം തേടുന്നില്ല എങ്കിൽ 6 സാഅത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അത് രേഖപ്പെടുത്തി വെക്കുന്നത് എന്ന്. അത്രയും ഗൗരവത്തോടെ ഈ വിഷയത്തെ അള്ളാഹുവും അവന്റെ മലായിക്കത്തുകളും അള്ളാഹുവിന്റെ പ്രവാചകനും ഗൗരവത്തോടെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ 1000 തെറ്റുകൾ ഇന്ന് നേരം പുലർന്ന് എത്ര തെറ്റ് നമ്മൾ ചെയ്തു എന്ന് നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. നാം ആരെല്ലാം ഗീബത്ത് പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തെല്ലാം കളവ് പറഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. എന്തെല്ലാം ഹറാമായ കാര്യങ്ങൾ കണ്ടു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. 1000 ഹറാമുകൾ, നിരവധി തെറ്റായ പ്രവർത്തനങ്ങൾ, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത തെറ്റുകൾ. ആ തെറ്റുകളിൽ നിന്ന് മോചനം തേടാൻ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ ഈ തെറ്റുകളിൽ നിന്ന് മോചനം തേടുക. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാ, ഇന്നകും ലതഅലമൂന അഅമാല ഹിയ അദഖു ഫീ അയ്യുനികും മിനശ്ശർ. നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു, അതെല്ലാം നിങ്ങൾ നിസാരവൽക്കരിക്കുന്നു. പക്ഷേ കുന്നാ നഉദ്ദുഹാ അലാ ഹുദി റസൂലില്ലാഹി മിനൽ മൂബിഖാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അതെല്ലാം ഞങ്ങൾ വലിയ ഭീകരമായ തെറ്റായി കണ്ടിരുന്നു. നാം നിസ്സാരമായ ഒരു കാര്യമല്ലേ എന്ന് നമ്മൾ പറഞ്ഞു തള്ളുന്നത്, ഒരു സുഹൃത്തിന് തൃപ്തികരമല്ലാത്തൊരു കാര്യം നമ്മൾ പറയുമ്പോൾ നിസ്സാരവൽക്കരിക്കുന്നു നമ്മൾ. പക്ഷേ ഭീകരമായ അള്ളാഹുവിന്റെ അദാബ് നമ്മിൽ വന്നു ചേരാനുള്ള പ്രവണതയാണത് എന്ന് നാം ഓർക്കാതെ പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നടീനടന്മാരുടെ പൂർണ്ണനഗ്നതകളും അർദ്ധനഗ്നതയും നമ്മൾ ദർശിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ വളരെ ഭീകരമായ തെറ്റാണ് നാം ചെയ്യുന്നത് എന്ന ചിന്ത നമ്മുടെ ഏവരുടെയും ഹൃത്തടങ്ങളിൽ നിലനിൽക്കണം. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് ഇസ്ലാമിനെ പഠിച്ച പണ്ഡിത ലോകം, സഹാബാക്കൾ ലോകത്തെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ചെറുതായി കാണുന്ന കാര്യങ്ങൾ ഞങ്ങൾ വലുതായി കാണുമായിരുന്നു. നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോഴാണ് ഇതിന്റെ ഗൗരവം നമുക്ക് ബോധ്യമാവുക. അതുപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാ, വിശ്വാസികളുടെ സ്വഭാവം എന്താണെന്നോ, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് എങ്ങനെയാണെന്നറിയാമോ? വലിയ ഒരു പർവ്വതത്തിന്റെ താഴ്വരയിൽ അവൻ ഇരിക്കുന്നത് പോലെയാണ്. ആ പർവ്വതത്തിൽ ഏത് സമയവും ഉരുൾപൊട്ടലുണ്ടായി ഭീമാകാരമായ പാറകളും അതുപോലെ ആ പർവ്വതത്തിന്റെ മിക്ക ഭാഗവും അവന്റെ ശിരസിലേക്ക് വന്നു പതിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു സാഹചര്യത്തിൽ ആ പർവ്വതത്തിന്റെ താഴ്വരയിൽ ഇരിക്കുന്നവനെ പോലെയാണ്. ഏത് സമയത്തും ആ പാറക്കൂട്ടം എന്റെ തലയിലേക്ക് വീയാം എന്നൊരു സാഹചര്യമാണ് എങ്കിൽ ആ മനുഷ്യൻ ആ പർവ്വതത്തിന്റെ താഴ്വരയിൽ എങ്ങനെയായിരിക്കും ഇരിക്കുക? കീപ്പോട്ട് നോക്കിയിരിക്കില്ല, അവൻ മേപ്പോട്ട് നോക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഇരിക്കുക. എന്നതുപോലെ ഒരു വിശ്വാസി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ വിശ്വാസിക്ക് സമാധാനമുണ്ടാവില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹറാമായ ഒരു കാര്യം പ്രവർത്തിച്ചാൽ അവന് സമാധാനമുണ്ടാവില്ല. അവൻ വിശ്വാസിയാണെങ്കിൽ അവന്റെ ശിരസിലേക്ക് വന്നു പതിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു പർവ്വതത്തിന്റെ താഴ്വരയിൽ അവൻ ഇരിക്കുന്നത് പോലെ ഭയവിഹ്വാലനായിട്ടാണ് അവൻ ഇരിക്കുക. അതേ സ്ഥാനത്ത് അവിശ്വാസത്തിന്റെ സ്വാധീനം ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അൻഫിഹി. തമ്മാടികളായ ആളുകൾ
ഇസ്ലാമിന്റെ നിയമസംഹിതകൾ ചവിട്ടിമതിക്കുന്ന ആളുകൾ അവരൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ അവർ എങ്ങനെയാ കാണുന്നത് എന്നറിയാമോ? അവരുടെ മുൻഭാഗത്തിലൂടെ, അവരുടെ മുഖത്തിലൂടെ ചെറിയ ഒരു ഈച്ച പാറി കളിക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് പതുക്കെ ഒന്ന് കൊട്ടാൻ നമ്മൾ തയ്യാറാവാറില്ലേ? എന്നതുപോലെ ഒരു ഈച്ചയുടെ വിലയാണ് അവരതിന് വെക്കുക. അത് തമ്മാടികളുടെ ലക്ഷണമാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നിസാരവൽക്കരിക്കുന്ന മാനസികാവസ്ഥ നമുക്കുണ്ടായാൽ നമ്മൾ തമ്മാടികളുടെ പട്ടികയിലേക്കാണ് ഉയർന്നു പോകുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യമില്ലാതെ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നാം ഭയവിക്കുവാലരാവണം. അള്ളാഹുവിന്റെ ഭീകരമായ ശിക്ഷ, സംഹാര നൃത്തമാടുന്ന ഭീകരമായ നരകീയ ലോകത്തെക്കുറിച്ചുള്ള ഭയം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നാണ് പണ്ഡിത ലോകം നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ, അതുപോലെ തന്നെ സലഫുസ് സാലിഹീകളായ പണ്ഡിത ലോകം വളരെ കൃത്യമായി ഇതിനൊരു മാർഗരേഖ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ തെറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ കൃത്യമായി ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ആദ്യമായി നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കൂ. എന്നിട്ട് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ആ തെറ്റിന്റെ പേരിൽ നിങ്ങൾ ഖേദപ്രകടനം നടത്തുക. അല്ലാഹുവേ, നിന്റെ ഭീകരമായ ശിക്ഷ, നിന്റെ ഭീകരമായ കോപം എന്നിലേക്ക് അവതരിപ്പിക്കപ്പെടാൻ പര്യാപ്തമായ ഒരു തെറ്റാണ് ഞാൻ ചെയ്തത് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. അതുപോലെ മൂന്നാമതായി മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായി ഒരിക്കലും അതിലേക്ക് മടങ്ങില്ല എന്ന് ശപഥം ചെയ്യുക. അതുപോലെ തന്നെ മനുഷ്യരുമായുള്ള ഇടപാടുകളുണ്ടെങ്കിൽ, വാക്കുപരമായോ സാമ്പത്തികപരമായോ വല്ല ബാധ്യതകളുമുണ്ടെങ്കിൽ അത് കൃത്യമായി നമ്മൾ പരിഹരിക്കുക. ഒരിക്കലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മനുഷ്യരുമായുള്ള ബാധ്യതകൾ പരിഹരിക്കപ്പെടുകയില്ല. നാളെ പാരത്രിക ലോകത്ത് നമ്മൾ വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്, ഏറ്റവും നഷ്ടം സംഭവിക്കുന്നവൻ ആരാണെന്നറിയാമോ? എന്താണ് നഷ്ടം സംഭവിക്കാൻ കാരണം? ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, 5 നേരം നമസ്കരിച്ചു, ഒരുപാട് ഇബാദത്തെടുത്തു, ഒരുപാട് സദഖ ചെയ്തു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അവൻ ഓരോ ആളുകളെയും സംബന്ധിച്ച് നമീമത്ത് പറയുകയും ഗീബത്ത് പറയുകയും ചെയ്ത് ഒരുപാട് ആളുകളുടെ രക്തം, ഒരുപാട് ആളുകളുടെ മാംസം അവൻ തിന്നാൻ തയ്യാറായിട്ടുണ്ട്. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത നമസ്കാരത്തിന്റെ, അവൻ അർപ്പിച്ചതായ സൽക്കർമ്മങ്ങളുടെ മുഴുവൻ ഫലങ്ങളും മറ്റുള്ള ആളുകളെ അവന്റെ വാക്കുകൊണ്ട് ആക്രമിച്ചതിന്റെ പേരിൽ, മറ്റുള്ളവരുടെ അഭിമാനം തകർത്തതിന്റെ പേരിൽ ഇവന്റെ സൽക്കർമ്മങ്ങൾ മുഴുവനും വിതരണം ചെയ്യപ്പെടുകയാണ് നാളെ പാരത്രിക ലോകത്ത്. എന്തിനു വേണ്ടി? മറ്റുള്ളവരെ ആക്രമിച്ചതിന് വേണ്ടി. ഈ ലോകത്ത് ആരെ ആക്രമിച്ചാലും ആക്രമിക്കപ്പെട്ടവന് പടച്ച തമ്പുരാൻ പാരത്രിക ലോകത്ത് അതിന് പ്രായശ്ചിത്തം നൽകും. അതുപോലെ ഇവിടെ ആരെന്ത് സൽക്കർമ്മം ചെയ്താലും ആ ചെയ്ത പണിക്കുള്ള കൂലി, അതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകും. ഒരിക്കലും ആരുടെയും പ്രവർത്തനം പായായി പോകുന്ന പ്രശ്നമില്ല. പ്രവർത്തനങ്ങൾ മുഴുവനും കൃത്യമായി രേഖപ്പെടുത്തി അത് അള്ളാഹുവിന്റെ കോടതിയിൽ അതിനർഹിക്കുന്ന പ്രതിഫലം നമുക്ക് നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും നഷ്ടം സംഭവിക്കുന്നവരെ കുറിച്ച് റസൂലുള്ള പഠിപ്പിക്കുന്നത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് നിരവധി ആളുകളെ സംബന്ധിച്ച് അനാവശ്യമായ വർത്തമാനങ്ങൾ പറയുന്നു. ഉള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെ ആളുകളെ സംബന്ധിച്ച് അവർക്ക് തൃപ്തികരമല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് വമ്പിച്ച കുറ്റം കിട്ടുന്ന പ്രവർത്തനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതേ സ്ഥാനത്ത് ആളുകളിൽ നിന്ന് തെറ്റുകൾ കാണുമ്പോൾ മാന്യമായി അവരെ ഉപദേശിക്കേണ്ടുന്ന ബാധ്യതയാണ് നമുക്കുള്ളത്. ഇപ്പൊ നമുക്കറിയാം, ചില ആളുകളുടെ വീടുകളിൽ ചെന്നാൽ, അവരുടെ ഭവനങ്ങളിൽ ചെന്നാൽ നമ്മൾ എന്താണ് കാണുന്നത്? നമ്മൾ വലിയ ബിംബങ്ങളാണ് കാണാറുള്ളത്. ആളുകളുടെ ഡ്രോയിങ് റൂമിൽ അല്ലെങ്കിൽ സ്വീകരണ മുറിയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ കാണാറുള്ളത്, നാട്ടിൽ ചെന്നാൽ വീടിന്റെ അന്തസ്സും ആ കുടുംബത്തിന്റെ അഭിമാനവും സ്ഥാപിക്കാൻ വേണ്ടി വലിയ പുലികളും ആനയും എല്ലാ മൃഗങ്ങളുടെ ഒരു പ്രത്യേകമായ കേന്ദ്രം തന്നെയാക്കി മാറ്റുന്നു വീടുകൾ. അവിടെ കയറി ചെല്ലുന്ന ആളുകളുടെ മൈൻഡ് എന്താണ്? ഞാൻ അതിഥിയായി വന്നവനാണ്, അതിഥിയായി വന്ന ഞാൻ, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകൾ മദ്രസയുടെയോ പള്ളിയുടെയോ കോളേജിന്റെയോ കലക്ഷന് വേണ്ടിയാ ഞങ്ങൾ കയറി ചെല്ലുന്നത്. അങ്ങനെ കലക്ഷന് വേണ്ടി കയറി ചെല്ലുന്ന നമ്മൾ ഇത് പറ്റൂല, ഇതിവിടെ വെക്കാൻ പാടില്ല, ഹറാമാണ്, തെറ്റാണ് എന്ന് പറഞ്ഞാൽ അതോടുകൂടെ ആ കലക്ഷന്റെ പരിപാടിയും അവിടെ അവസാനിക്കും. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? ഈ ആനക്കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഫലവത്തായ മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണല്ലോ ഇത്, കാണാൻ തെറ്റില്ല
എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുന്ന സാഹചര്യമാണ് നമുക്കുള്ളത്. ഒരിക്കലും അത് ചെയ്യാതെ തെറ്റ് കണ്ടാൽ തെറ്റ് തിരുത്താൻ തയ്യാറാവുകയും അത് പരസ്യപ്പെടുത്താനോ പത്രത്തിൽ കൊടുക്കാനോ ആളുകളുടെ വ്യക്തിത്വങ്ങൾ തകർക്കാനോ ഉള്ള പ്രവണതകൾ അല്ലാതെ നാം കൃത്യമായി തെറ്റ് കാണുന്നവരുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കുകയാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ നാം പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരുപാട് വാക്കുകൾ നമ്മിൽ നിന്ന് വരികയും നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ മുഴുവനും നാളെ പാരത്രിക ലോകത്ത് ആളുകൾക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്താൽ അത് മുഴുവനും കഴിഞ്ഞാൽ പിന്നീട് എന്താ ഉണ്ടാകുന്നത്? എന്നിട്ടും ആളുകളെ നമ്മൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തിന്മകളുടെ സമാഹാരങ്ങൾ നമ്മുടെ തലയിൽ വെക്കപ്പെടുകയും അത് കാരണമായി നരകീയ ലോകത്തേക്ക് നാം തിരിച്ചു വഴിതെളിയിക്കേണ്ടുന്ന ഭീകരമായ സാഹചര്യമാണ് വരാൻ പോകുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളുമായുള്ള എല്ലാവിധ പ്രശ്നങ്ങളും എല്ലാവിധ ബന്ധനങ്ങളും പരിഹരിക്കപ്പെടാൻ ഉള്ള സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഓരോ സെക്കൻഡിലും ഈ ലോകത്തോട് ഞാൻ വിട പറയാൻ പോകുന്നു എന്ന ചിന്ത ഓരോ മനുഷ്യനും ഉണ്ടാവണം. അതുപോലെ അള്ളാഹുവുമായുള്ള പ്രശ്നങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനെതിരെ നമ്മൾ ധിക്കാരം നടത്തിയിട്ടുണ്ടാവാം. അതുപോലെ റമദാനു ശരീഫിലെ നോമ്പുകൾ അവഗണിച്ചിട്ടുണ്ടാവാം. ഹജ്ജിന്റെ സമയമാകുമ്പോൾ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാതെ പോയിട്ടുണ്ടാവാം. അതുപോലെ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം. ആ തെറ്റുകളെല്ലാം എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽ മായിസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരികിൽ വരികയാ. അദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത്? ഒരു വമ്പിച്ച തെറ്റാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറയുന്നു, നബിയേ, ഇന്നീ ഖദ് വലംതു നഫ്സി, എന്റെ ശരീരത്തെ ഞാൻ ആക്രമിച്ചു നബിയേ. വസനൈതു, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടാണ് വരുന്നത്. വ ഇന്നി ഉരീദു അൻ തുതഖിറനി, നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം, ഞാൻ വ്യഭിചരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത് പറയുമ്പോൾ പ്രവാചകൻ എന്താ പറയുന്നത്? അദ്ദേഹത്തെ മടക്കി വിടുകയാണ്. എന്നിട്ട് ആ സഹാബാക്കളോട് ചോദിക്കുന്നു, അതഅലമൂന ബിഅഖ്ലിഹി ബഅസൻ, മായിസ് വന്ന് നമ്മളോട് പറയുന്നു ഞാൻ വ്യഭിചരിച്ചു എന്നാ പറയുന്നത്. മായിസിന്റെ ബുദ്ധിക്ക് വല്ല തകരാറുമുണ്ടോ എന്ന് നിങ്ങൾക്കറിയുമോ? അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും മായിസിന്റെ കുടുംബത്തിൽ പോയി, അവന്റെ നാട്ടിൽ പോയി ഈ മായിസിന്റെ സ്ഥിതി ഒന്ന് നിങ്ങൾ അന്വേഷിക്കണം. അങ്ങനെ സഹാബാക്കൾ അന്വേഷിക്കുന്നു. അന്വേഷിച്ചപ്പോൾ ലഭ്യമാകുന്ന പ്രതികരണം, മാൻ അലമുഹു ഇല്ലാ വഫിയൽ അഖ്ൽ, മായിസ് നല്ല ബുദ്ധിജീവിയാണ്, തന്റെ ഇടമുള്ള ആളാണ്. മാത്രമല്ല മിൻ സ്വാലിഹിനാ, ഞങ്ങളിൽ സ്വാലിഹീങ്ങളിൽപ്പെട്ട നല്ല മനുഷ്യനാണ് എന്നുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബാക്കളെ വിളിച്ചെന്താ പറയുന്നത് എന്നറിയോ? നിങ്ങൾ നല്ലൊരു കുഴി വെട്ടുക, എന്നിട്ടോ ആ കുഴിയിലേക്ക് മായിസിനെ ഇറക്കുക, എന്നിട്ട് ആ കുഴിയിൽ മായിസിന് കയറി ഓടാൻ പറ്റാത്ത സാഹചര്യമാക്കി തീർക്കുക, എന്നിട്ട് നിങ്ങളെല്ലാവരും മായിസിനെ ചുറ്റും നിന്നുകൊണ്ട് എറിഞ്ഞു കൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയുന്നു, മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാ പറയുന്നത്. മായിസ് റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? തഖ്ഹിർനി യാ റസൂലല്ലാഹ്, നബിയെ എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം, ഞാൻ പാപത്തിൽ മുഴുകിപ്പോയിരിക്കുന്നു, എന്റെ ഹൃദയം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്നത്, ഇതാ മായിസ് നിൽക്കുന്നു, മായിസ് തെറ്റുകാരനാണെന്ന് ബോധ്യമായിരിക്കുന്നു. മായിസിനുള്ള പ്രായശ്ചിത്തം, അവന്റെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള മാർഗം, നിങ്ങളൊരു കുഴി വെട്ടിയിട്ട് ആ കുഴിയിലേക്ക് മായിസിനെ ഇറക്കി നിർത്തുക, എന്നിട്ട് മായിസിന് അതിൽ നിന്ന് കയറി ഓടാൻ പറ്റാത്ത സാഹചര്യമാക്കുക, എന്നിട്ട് നിങ്ങളെല്ലാവരും വട്ടം കൂടി നിന്ന് മായിസിനെ എറിഞ്ഞു വധിക്കുക. സഹാബാക്കൾ എല്ലാവരും കൂടി മായിസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊല്ലുകയാ. നിങ്ങൾ ആലോചിച്ചു നോക്കുക, പ്രവാചക ശിഷ്യന്മാർ അവർ ചെയ്ത തെറ്റുകളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും അവരുടെ കുടുംബത്തിന്, അവരുടെ മക്കൾക്ക്, അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്ക്, അവരുടെ ഭാര്യമാർക്ക് അത്താണിയായി ജീവിക്കേണ്ടുന്ന അവരുടെ എല്ലാ സംരക്ഷണങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോവേണ്ടുന്ന ആളുകൾ ചെയ്യുന്നു. നാളെ പാരത്രീക ലോകത്ത് ഈ പാപത്തിന്റെ ഭാരവുമായി ഞാൻ കടന്നു വന്നാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തഖ്ഹിർനി യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കൂ എന്ന് പറഞ്ഞ് മഹാനായ മായിസ് റളിയല്ലാഹു അൻഹു തന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ, തന്റെ പട്ടികയിൽ നിന്ന് പാപക്കറകൾ മുഴുവനും നീക്കിക്കളയാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാൽക്കൽ വന്ന് വീഴുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സഹോദരിയും വന്ന്
ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റസൂലുള്ളാഹിയെ സമീപിക്കുന്നു. നബിയോട് ആ സഹോദരി പറയുന്നു, നബിയേ തൊഹിർനി, എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം, ഞാനും വ്യഭിചാരത്തിൽ പെട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹോദരിയെ മടക്കി വിടുന്നു. ആ സഹോദരി പ്രവാചകനോട് എന്താ പറയുന്നത് എന്നറിയാമോ? ലഅല്ലകാൻ തറുദ്ദനി കമാ റദത്ത മായിസൻ, മായിസ് റളിയല്ലാഹു അൻഹുവിനെ മടക്കി വിട്ടതുപോലെയാണോ നിങ്ങൾ എന്നെ മടക്കി വിടുന്നത്? നബിയേ ഫവല്ലാഹി ഇന്നി ലഹുബിലാ, അല്ലാഹ് തന്നെയാണ് സത്യം, ഞാൻ ഗർഭിണിയാണ്. മായിസിനെ മടക്കി വിട്ടതുപോലെ എന്നെ നിങ്ങൾ മടക്കി വിടാൻ പറ്റില്ല, ഞാൻ വ്യഭിചാരത്തിൽ ഗർഭം ധരിച്ചവളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് പറയുന്നു, എന്നാൽ ഇപ്പോൾ നിന്നെ ആക്രമിക്കാൻ പറ്റില്ല, നിന്നെ വധിക്കാൻ പറ്റില്ല, നിന്നെ എറിഞ്ഞു കൊല്ലാൻ പറ്റില്ല. മഹാനവറുകൾ ആ സഹോദരിയോട് പറയുന്നു, ഇത് ഹബീ ഹത്താ തെലിദീ, നീ പ്രസവിക്കുന്നത് വരെ നീ നിന്റെ കുടുംബത്തിൽ പോവുക, നിന്റെ കുടുംബത്തിൽ ചെന്ന് പ്രസവിച്ചതിന് ശേഷം നീ വരിക. അങ്ങനെ ആ സഹോദരി അതാ കുടുംബത്തിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ പ്രസവം നടക്കുന്നു. പ്രസവം നടന്നതിന് ശേഷം അതതുഹു ബിസ്വബീ ഫീ ഖിർഖ, ചെറിയൊരു ശീലകഷ്ണത്തിൽ പൊതിഞ്ഞുകൊണ്ടൊരു ചെറിയ പിഞ്ചോമന പൈതലിനെ, ഒരു ചോര പൈതലിനെയും കൊണ്ട് ആ സഹോദരി പ്രവാചകന്റെ ചാരത്ത് വന്ന് നിൽക്കുന്നു. നബിയേ, ഇതാ ഞാൻ പ്രസവിച്ചിരിക്കുന്നു, ഇതാ എന്റെ ചോര പൈതൽ ഇതാ എന്റെ കയ്യിലിരിക്കുന്നു, ഇതിനെ നിങ്ങൾ സ്വീകരിക്കുക. തൊഹിർനി യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കൂ. എന്താ ശുദ്ധീകരണം? എന്നെ നിങ്ങൾ കൊന്നുകളയൂ, ഈ ഭൂമി ലോകത്ത് എനിക്ക് ജീവിക്കാൻ ഇനി അംഗീകാരമില്ല, അതുകൊണ്ട് എന്റെ ജീവൻ നിങ്ങൾ നഷ്ടപ്പെടുത്തി തരണം. ആരോടാ പറയുന്നത്? ഈ ലോകത്തെ ഏറ്റവും ഉത്തമനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ടാ പറയുന്നത്, എന്റെ റൂഹിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് പറയുന്നു, ഇത് അബീ ഫർളിഹി ഹത്താ തഫ്തമീഹി, നീ കുഞ്ഞുമായി പോവുക, ആ കുഞ്ഞിനെ നീ മുല ഊട്ടുക, അതിന്റെ മുലകുടി പ്രായം പൂർണ്ണമായതിനു ശേഷം നീ തിരിച്ചു വരിക. മുല കുടിക്കുന്ന മാതാവും ആ കുഞ്ഞും വേർപെട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, അതുകൊണ്ട് നീ തിരിച്ചു പോവുക. റസൂലുള്ളാഹി ആ സഹോദരിയെ മടക്കി വിടുന്നു. അങ്ങനെ ഫലമ്മാ ഫതമതുഹു അതതുഹു ബിസ്സബീ ഫീ യദിഹി ഖസ്റതു ഖുബ്സിൻ, ഏതാനും വർഷം കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിന്റെ മുലകുടി പ്രായം കഴിഞ്ഞ ഉടനെ തന്നെ ആ സഹോദരി പ്രവാചകന്റെ അരികിലേക്ക് കുഞ്ഞുമായി വരികയാണ്. ആ കുഞ്ഞിനെ അവരുടെ ഒക്കത്ത് വെച്ച് വരുന്നു. ആ കുഞ്ഞിന്റെ കയ്യിൽ, ആ കുഞ്ഞിന്റെ കുഞ്ഞിക്കൈയിൽ ഒരു പത്തിരിയുടെ, ഒരു റൊട്ടിയുടെ ചെറിയ ഒരു കഷ്ണമുണ്ട്. എന്നിട്ട് ആ സഹോദരി റസൂലുള്ളാഹിയോട് പറയുകയാ, യാ റസൂലല്ലാഹ് ഖദ് ഫതംതുഹു വഖദ് അകല തആം, നബിയേ ഈ കുഞ്ഞിന്റെ മുലകുടി പ്രായം കഴിഞ്ഞിരിക്കുന്നു, ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് നിങ്ങൾ നോക്കൂ, റൊട്ടി കഷ്ണമുണ്ടല്ലോ, അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് തഹിർനി യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം, എന്റെ പാപക്കറകളിൽ നിന്ന് എന്നെ നിങ്ങൾ മോചിപ്പിക്കണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നു. തന്റെ സഹാബാക്കളുടെ കയ്യിലേക്ക് ആ പിഞ്ചോമന പൈതലിനെ ഏൽപ്പിക്കുന്നു. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ മക്കൾ 2 വയസ്സായ മക്കൾ, അല്ലെങ്കിൽ 1.5 വയസ്സോ അല്ലെങ്കിൽ 3.5 വയസ്സോ ഒക്കെ ആയ കുട്ടികൾ, ആ കുട്ടിയുടെ മാതാവ് ആ കുട്ടിയെ മറ്റുള്ള ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ച് എന്നെ കൊന്നുകളയൂ എന്ന് പറയാൻ ആർക്ക് സാധിക്കും ഇക്കാലത്ത്? പക്ഷേ അള്ളാഹുവിന്റെ പാരത്രീക ലോകത്തെക്കുറിച്ച് ശക്തമായ ഭയമുള്ളവരാണെങ്കിൽ അവർക്ക് അതും അതിലപ്പുറവും ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ചെയ്തതുപോലെയുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും. പക്ഷേ അതിന് നമ്മുടെ നെഞ്ചകത്ത് ഈമാനിന്റെ, വിശ്വാസത്തിന്റെ പ്രകാശ ഗോപുരം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ കുഴിവെട്ടുന്നു. മായിസ് റളിയല്ലാഹു അൻഹുവിന് കുഴിവെട്ടിയതുപോലെ കുഴിവെട്ടി ആ സഹോദരി അതിൽ ഇറക്കുന്നു. എന്നിട്ട് അവരെ ശക്തമായി എറിഞ്ഞുകൊണ്ട് വധിക്കുന്നു. ആ സന്ദർഭത്തിൽ അതാ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വലിയ ഒരു കല്ലുമായി കടന്നു വരുന്നു. മഹാനവറുകൾ ആ സഹോദരിയുടെ ശിരസിലേക്ക് ശക്തമായി എറിയാൻ തയ്യാറാകുമ്പോൾ ആ ഏറിന്റെ ആഘാതം കൊണ്ട് ആ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് സ്വൽപ്പം രക്തം മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് തെറിക്കുകയാണ്. മഹാനവറുകൾ ഈ രക്തം തന്റെ ശരീരത്തിലായപ്പോൾ ഒരു വേശ്യപ്പെണ്ണിന്റെ രക്തം എന്റെ ശരീരത്തിലായല്ലോ എന്ന നിലയിൽ അദ്ദേഹം അട്ടഹാസിക്കുകയാണ്. ആ പെണ്ണിനെ വഴക്ക് പറയുകയാണ്. മഹാനായ പ്രവാചകൻ ഇത് കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, ഖാലിദേ തെറ്റാണ് നീ പറയുന്നത്, അരുതേ അരുതേ, മഹുലൻ യാ ഖാലിദ്, ഓ ഖാലിദ് അത് ചെയ്തു പോവരുത്.
ഫവല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരം ഏത് റബ്ബിന്റെ കരങ്ങളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. ലഖത്താബത്ത് തൗബത്തൻ, ആ സഹോദരി ഒരു തൗബ ചെയ്തിട്ടുണ്ട്, വല്ലാത്ത തൗബയാണ് ചെയ്തിട്ടുള്ളത്. അവളെ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അവളുടെ ശരീരത്തിൽ നിന്ന് ഓരോ തുള്ളി രക്തവും ഒഴുകി വീഴുന്നുണ്ടെങ്കിൽ അവളുടെ രക്തസാക്ഷിത്വത്തോടെയാണ് അവളുടെ ശരീരത്തിൽ നിന്ന് ആ രക്തം ഒഴുകിപ്പോകുന്നത്. അവൾ അള്ളാഹുവിന്റെ പാരത്രീക ലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിലേക്കാ പോകുന്നത്. അതുകൊണ്ട് അവളെ വഴക്ക് പറയാൻ നിനക്ക് അധികാരമില്ല, അവളെ ആക്ഷേപിക്കാൻ നിനക്ക് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നു. അവരുടെ മാർഗത്തിലേക്ക്, അവരുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോവാൻ ബാധ്യതയുള്ള സമൂഹമാണ് നമ്മളെന്നാ മനസ്സിലാക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ഈ സഹോദരിയെ വധിക്കപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ തയ്യാറാകുമ്പോ ഉമറുൽ ഫാറൂഖ് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, റജംതഹാ സുമ്മ തുസല്ലി അലൈഹാ, നിങ്ങൾ ആ പെണ്ണിനെ എറിഞ്ഞു കൊല്ലാൻ ഞങ്ങളോട് കൽപ്പിച്ചു. ആ പെണ്ണിനെ ഞങ്ങൾ എറിഞ്ഞു കൊന്നു, എന്നിട്ട് വ്യഭിചാരം നടത്തി ആ പെണ്ണിനെ നമ്മൾ ശിക്ഷിച്ച്, അങ്ങനെ ആ പെണ്ണിനെ നമ്മൾ കൊന്ന് ആ പെണ്ണിന്റെ പേരിൽ നിങ്ങൾ മയ്യത്ത് നമസ്കരിക്കുകയാണ് നബിയെ? ഉമറുൽ ഫാറൂഖിന്റെ ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറുൽ ഫാറൂഖിനെ വിളിച്ചു പറയുന്നു, ഉമറേ, ലഖത്താബത്ത് തൗബതൻ ലൗ ഖുസിമത് ബൈന സബീന മിൻ അഹ്ലിൽ മദീന വസിയതുഹും, അവൾ ചെയ്ത തൗബയുണ്ടല്ലോ, മദീനയിലെ 70 ആളുകൾ ഒരുമിച്ച് ചെയ്താലും അതിലേറെ വിശാലമായ തൗബയാണ് അവൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ പെണ്ണിനെ കുറിച്ച് നിങ്ങൾക്ക് അത്തരം ധാരണയുണ്ടാവാൻ പാടില്ല. വഹൽ വജത്ത ശൈഅൻ അഫ്ളല മിൻ അൻ ജാദത് ബിനഫ്സിഹാ ലില്ലാഹ്, ആ പെണ്ണ് അവളുടെ ശരീരം അല്ലാഹുവിന് വേണ്ടി അർപ്പിച്ചതിലും വലിയ ഒരു കാര്യം ഇന്ന് ലോകത്തുണ്ടോ ഉമറേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കുക, തെറ്റ് ചെയ്ത ആളുകൾ അവരുടെ തെറ്റിൽ നിന്ന് മോചനം നേടി അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അത് അംഗീകരിക്കുകയാണ്. അതുപോലെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ മഹാനവറുകൾ പറയുകയാണ്, ലമ്മാ ജഅലല്ലാഹുൽ ഇസ്ലാമ ഫീ ഖൽബി, പടച്ച തമ്പുരാൻ എന്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിനെ ഇട്ട് തന്നപ്പോൾ അതയ്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. എന്നിട്ട് ഞാൻ പ്രവാചകനോട് പറഞ്ഞു, ബിസുതി യമീനക, നബിയെ നിങ്ങളുടെ കൈ ഒന്ന് നീട്ടിത്തരൂ, ഫല ഉബായുക, നിങ്ങളോട് ഞാൻ ബയ്യത്ത് ചെയ്യാം, നിങ്ങളോട് ഞാൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളാണ്, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന് ഞാൻ ബയ്യത്ത് ചെയ്യാം, നബിയെ നിങ്ങൾ കൈ നീട്ടൂ. മഹാനായ പ്രവാചകൻ കൈ നീട്ടുമ്പോൾ ഫഖബൽതു യദി, അംർ ഇബ്നു ആസ് തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ കൈ ഇങ്ങോട്ട് വലിച്ചു. ഞാൻ പ്രവാചകനിലേക്ക് കൈ നീട്ടിയില്ല. എന്നിട്ട് ഞാൻ പ്രവാചകനോട് കൈ നീട്ടാതെ, പ്രവാചകൻ കൈ നീട്ടിയപ്പോൾ കൈ പിടിച്ച് ബയ്യത്ത് ചെയ്യാതെ പുറകോട്ട് മാറി നിൽക്കുമ്പോ പ്രവാചകൻ എന്നോട് ചോദിക്കുന്നു, മാലക യാ അംർ, അംറേ, എന്താ നീ എന്നോട് കൈ നീട്ടാൻ പറഞ്ഞിട്ട് എന്നോട് നീ ബയ്യത്ത് ചെയ്യാത്തത്? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അറത്തു അൻ അസ്തരിതാ, നബിയെ എനിക്കൊരു ഉപാധി പറയാനുണ്ട്, ആ ഉപാധി അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? പ്രവാചകൻ ചോദിക്കുന്നു, എന്താണ് അംറേ നിനക്ക് ഉപാധി പറയാനുള്ളത്? എന്തൊക്കെ ഡിമാൻഡാണ് നിനക്ക് വെക്കാനുള്ളത്? നീ മുസ്ലിം ആവണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഉപാധിയാണ് നിനക്ക് വെക്കാനുള്ളത്? മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു അൻ യഗ്ഫിറ ലീ, ഞാൻ എന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഒരു കണക്കുമില്ല, ആ തെറ്റുകൾ മുഴുവനും അള്ളാഹു എനിക്ക് പൊറുത്തു തരുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരൂ. ഞാൻ ചെയ്ത തെറ്റുകൾ പൊറുത്തു തരണം, അത് പൊറുത്തു തരുമോ എങ്കിൽ ഞാൻ ഇസ്ലാമിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നു ആസ് തങ്ങളോട് പറയുന്നു, അമാ അലിംത യാ അംറു അന്നൽ ഇസ്ലാം യഹ്ദിമു മാ കാന ഖബ്ലഹു വ അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ വ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അവൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ആ തെറ്റുകൾ മുഴുവനും അല്ലാഹു അവന് പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഹജ്ജ് കർമ്മം ചെയ്താൽ അതുവരെ ചെയ്ത തെറ്റ് മുഴുവനും അല്ലാഹു അവന് പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ ഒരാൾ ഹിജ്റ പോയാൽ
ഇസ്ലാമിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ആരെങ്കിലും നാട് വിടേണ്ടി വന്നാൽ അതുവരെയുള്ള പാപങ്ങൾ മുഴുവനും അല്ലാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് നിനക്കറിയില്ലേ? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഇത് കേട്ട ഉടനെ തന്നെ പ്രവാചകനിൽ ബൈഅത്ത് ചെയ്യുകയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അത് അല്ലാഹു പുറത്തു തരും, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് പറയുന്നത്? യബ്ന ആദം ഇന്നക മാ ദഅവതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക. ഓ ആദമിന്റെ സന്തതികളെ, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടിയാൽ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ, എന്നിൽ നിന്നുള്ള പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ തെറ്റുകളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. മാത്രമല്ല വലാ ഉബാലി, എത്ര വലിയ തെറ്റ് ചെയ്താലും എനിക്കതൊന്നും പ്രശ്നമാവില്ല. യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാന സമാഇ സുമ്മ അസ്തഗ്ഫർതനി ഗഫർതു ലക. ഓ മനുഷ്യ, ആകാശം മുട്ടേ നിൽക്കുന്ന അത്രയും ഹൈറ്റിൽ, ആകാശം വരെയുള്ള ഉയരങ്ങളിലേക്ക് നീ തെറ്റ് ചെയ്ത് നിന്റെ തെറ്റിന്റെ കൂമ്പാരം ആകാശം മുട്ടുന്ന അത്രയും ഹൈറ്റിലുണ്ടെങ്കിൽ നീ എന്നോട് പൊറുക്കലിനെ തേടിയാൽ ആ പാപങ്ങൾ മുഴുവനും ഞാൻ പുറത്തു തരും. യബ്ന ആദം ലൗ അതൈതനി ലൗ അന്നക അതൈതനി ബിഖുറാബിൽ അർളി ഖതായ. ഭൂമി മുഴുവനും പാപവുമായി നീ എന്നിലേക്ക് കടന്നു വന്നാൽ സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈആ, പിന്നീട് നീ എന്നെ സമീപിക്കുന്നത് എന്നിൽ ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതെ ശിർക്ക് ചെയ്യാതെയാണ് എന്നെ സമീപിക്കുന്നത് എങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമി മുഴുവനും ഭൂമി നിറക്കപ്പെട്ട രൂപത്തിൽ തന്നെ മഗ്ഫിറത്ത് നിനക്ക് നാം നൽകും. ഭൂമി നിറയെ പാപവുമായി അള്ളാഹുവിനോട് പടച്ചവനെ ഒരുപാട് പാപം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പൊറുക്കലിനെ തേടുകയാണ്. നാം ചെയ്ത പാപങ്ങൾ ഭൂമി നിറയെ പാപങ്ങളാണ്. എന്നാൽ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഈ ഭൂമി നിറയെ മഗ്ഫിറത്തും അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നിരവധി സഹാബാക്കൾ ഇത്തരം കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകാധ്യായനങ്ങളിൽ നിന്ന്. നോക്കൂ നിങ്ങൾ, പ്രവാചക കാലഘട്ടങ്ങളിൽ ഇത്തരം നിരവധി അനവധി സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരുപാട് തെറ്റ് ചെയ്ത ആളുകൾ എന്താണ് അവർ ചെയ്തത്? അന്നനാസം മിൻ അഹ്ലി ശിർക്കി ഖതലൂ ഫഅഖ്തറൂ വസനൂ ഫഅഖ്തറൂ. ഒരുപാട് ആളുകൾ ഒരുപാട് ശിർക്ക് ചെയ്തു, ഒരുപാട് തെറ്റുകൾ അവർ ചെയ്തു. മാത്രമല്ല ഒരുപാട് വ്യഭിചാരങ്ങൾ അവർ നടത്തി. എന്നിട്ടോ സുമ്മാതോ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുകയാണ്. ഫഖാലു, എന്നിട്ട് അവർ പറയുന്നു, ഇന്നല്ലദീ തഖൂലു, ഓ മുഹമ്മദേ നീ പറയുന്ന കാര്യം, വതദഊ ഇലൈഹി ലഹസനുൻ, നീ ക്ഷണിക്കുന്നതും നല്ല കാര്യം തന്നെയാണ്. വലൗ തുഖ്ബിറുനാ അൻ ലിമാ അമിൽനാ കഫാറ, ഞങ്ങൾ പ്രവർത്തിച്ചതിന് പ്രായശ്ചിത്തമുണ്ട് എന്ന് നീ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നിന്റെ മാർഗം ഞങ്ങൾ സ്വീകരിക്കാം. ഒരുപാട് തെറ്റ് ഞങ്ങൾ ചെയ്തു, ഒരുപാട് മദ്യപാനത്തിൽ, ഒരുപാട് വ്യഭിചാരത്തിൽ, ഒരുപാട് ശിർക്കിൽ, ഒരുപാട് തോന്നിവാസങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് മുഹമ്മദേ. ഈ പാപങ്ങൾ മുഴുവനും അല്ലാഹു പൊറുക്കൂല എന്നിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അല്ലാഹു പൊറുക്കും, നിന്റെ ഇലാഹു പൊറുക്കും എന്നാണ് നീ പറയുന്നതെങ്കിൽ നിന്റെ മാർഗം ഞങ്ങൾ സ്വീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരുടെ ഈ പ്രഖ്യാപനം കേൾക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഓതി കേൾപ്പിക്കുന്നു, നബിയേ, വല്ലദീന ലാ യദൂന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖ് വലാ യസ്നൂൻ. അള്ളാഹുവിൽ പങ്കുചേർക്കാതെ തൗഹീദിന്റെ വാക്താക്കളായി ജീവിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അനധികൃതമായി ആരെയും ആക്രമിക്കാത്ത ആളുകൾ, വ്യഭിചരിക്കാത്ത ആളുകൾ, ഇങ്ങനെ നല്ല രൂപത്തിൽ പോകുന്ന ആളുകൾ, അവരെ അള്ളാഹു തൃപ്തിപ്പെടുന്നു. അതേ സ്ഥാനത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹുവിൽ നിന്ന് ഭീകരമായ ശിക്ഷയുണ്ട്. യുളാഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാനാ. ഈ തെറ്റുകളിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ, പാപമോചനം തേടാതെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടല്ലോ, പാരത്രീക ലോകത്ത്, അള്ളാഹുവിന്റെ നരകീയ ലോകത്ത് എക്കാലവും അവർ കഴിഞ്ഞുകൂടേണ്ടി വരുന്നവരാണ്.
ഭീകരമായ അല്ലാഹുവിന്റെ ശിക്ഷ അവർക്ക് ഇരട്ടിപ്പിക്കുന്നതാണ്. ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്ത ആളുകൾ ഒഴികെ. എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടിയാൽ അല്ലാഹു ആ പാപമോചനം സ്വീകരിക്കും, നിങ്ങളുടെ തൗബ സ്വീകരിക്കും. മാത്രമല്ല ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, ആ ആളുകളുടെ തിന്മക്ക് ബദലായിക്കൊണ്ട് അല്ലാഹു നന്മയെ അവർക്ക് നൽകുന്നതാണ്. വകാനല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കുന്നവരും ജനങ്ങളിലേക്ക് അവന്റെ കാരുണ്യത്തിന്റെ കവാടം തുറന്നു കൊടുക്കുന്നവരുമാണ് എന്ന് സൂറത്ത് ഫുർഖാനിലെ 70-ാം വചനം അവതരിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിലെ 53-ാം വചനവും അവതരിപ്പിക്കപ്പെടുന്നു. എന്താണ് അല്ലാഹു പഠിപ്പിക്കുന്നത്? 1000 തെറ്റ് ചെയ്ത മുശ്രിക്കുകൾ, 1000 തോന്നിവാസങ്ങൾ കാഴ്ചവെച്ച മുശ്രിക്കുകൾ റസൂലുള്ളാഹിയോട് പറയാണ്, മുഹമ്മദേ എന്തൊക്കെ ഞങ്ങൾ ചെയ്തു എന്ന്. ഇതൊന്നും ഞങ്ങളുടെ തെറ്റുകളൊന്നും അല്ലാഹു പൊറുത്തു തരൂല, നീ ക്ഷണിക്കപ്പെടുന്ന ഇയാൾ പൊറുക്കും എന്നാണ് നീ പറയുന്നതെങ്കിൽ ഞങ്ങൾ നിന്റെ മതത്തിലേക്ക് വരാം. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് മലായിക്കത്തുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഓതിക്കേൽപ്പിക്കുന്നു, നബിയേ നിങ്ങൾ ഈ ജനതയോട് പറയണം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ആളുകൾ അവരുടെ ശരീരത്തെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി ലോകത്ത് ജീവിക്കാനുള്ള നിയമസംഹിതകൾ ചവിട്ടി മതിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരാണെങ്കിൽ നബിയേ നിങ്ങൾ അവരോട് പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ ആശമുറിയാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളെയും അല്ലാഹു പുറത്തു തരുന്നവനാണ്. ഇന്നഹു, തീർച്ചയായും അല്ലാഹു തആല ഹുവൽ ഗഫൂറുർ റഹീം, എല്ലാം പുറത്തു തരുന്നവനും കാരുണ്യവാനുമാണ് എന്ന് നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക. അപ്പോ ഈ കുറ്റബോധം ആളുകൾക്കുണ്ടായപ്പോൾ ഖുർആൻ അത് തിരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് തിരുത്താനുള്ള ഒരു സന്മനസ്സായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ തെറ്റുകൾ ചെയ്താൽ ആ തെറ്റുകളെ മായ്ക്കപ്പെടുകയും അതിന് ബദലായിക്കൊണ്ട് 1000 സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് മഹാരഥന്മാരായ സഹാബാക്കൾ അവരുടെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അതാ ഒരു സഹാബി വന്നുകൊണ്ട് പറയുന്നു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. ഒരു സഹാബി പറയുന്നു, നബിയെ ഞാനൊരു സ്ത്രീയെ വ്യഭിചരിക്കുകയല്ലാത്ത മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് ഒന്നും മിണ്ടുന്നില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വ്യഭിചാരിയാണെങ്കിൽ അവൻ ഹദ്ദടിക്കണം, അവനുള്ള ശിക്ഷാ നടപടികൾ നടപ്പാക്കും. അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നല്ലാതെ മനുഷ്യന്മാരുടെ മുമ്പിൽ വന്ന് ഇത് വിളിച്ചു പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബഹളം വെച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകനതാ ഉമറുൽ ഫാറൂഖിനെ തിരുത്തുന്നു, ഉമറേ എന്താ നീ പറയുന്നത്? അവനോട് നമുക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെതായ പരാതി കേൾക്കുന്നു, നബിയെ ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു, തഹ്ഹിർനി, എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം. അതാ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ വന്ന് പരിശുദ്ധമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിക്കുകയാണ്. എന്താണ്? നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്, തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും നിങ്ങളെ മുക്തമാക്കപ്പെടേണ്ടതുണ്ട്. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നോ? അഖ്മിസ് സ്വലാത തർഫയിൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദീബുനസ് സയ്യിആത്ത്. നിങ്ങൾ പകലിന്റെ ഭാഗങ്ങളിലും രാത്രിയുടെ ഭാഗങ്ങളിലും നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തുക. പകലിന്റെ 2 ഭാഗങ്ങളിലായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തൂ. രാത്രിയിൽ നിന്ന് ഏതാനും ഭാഗങ്ങളിലും നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തിക്കോ. ഇന്നൽ ഹസനാതി യുദീബുനസ് സയ്യിആത്ത്, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ ചീത്തയായ ദുഷ്കർമ്മങ്ങളെ അത് മായ്ച്ചു കളയും, നിങ്ങളുടെ ഹൃദയങ്ങളെ അത് ശുദ്ധീകരിക്കും. നമസ്കാരം നിങ്ങൾ നിലനിർത്തുക. 5 നേരത്തെ നമസ്കാരങ്ങൾ കൃത്യമായി അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിച്ച് അവന്റെ കൂലി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിർവഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ അത് ശുദ്ധീകരിക്കും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ,
നമസ്കാരം നീചമായ നികൃഷ്ടമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങളെ തടയുന്നു എന്ന് ഖുർആനാണ് പഠിപ്പിക്കുന്നത്. അപ്പോ നാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെ മായ്ക്കപ്പെടാൻ വേണ്ടി നാം അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും മാത്രമല്ല സൽക്കർമ്മങ്ങളെ വർദ്ധിപ്പിക്കുകയുമാണ് വേണ്ടത്. അതുപോലെ ആരിൽ നിന്നെങ്കിലും തെറ്റ് വരുമ്പോ നബിയുടെ കാലത്ത് എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുന്നവരെ പ്രവാചകൻ ഉപദേശിക്കും. അതേ സ്ഥാനത്ത് ചില നിർണായക ഘട്ടങ്ങളിൽ തെറ്റ് ചെയ്ത ആളുകൾക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടിയും മഹാനവറുകൾ നടപ്പിൽ വരുത്തും. നമുക്കറിയാം മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. മഹാനവറുകൾ എന്താ ചെയ്തത്? തബൂക്ക് യുദ്ധത്തിന് പ്രവാചകനോടുകൂടെ സഹാബാക്കൾ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല. അങ്ങനെ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് മഹാനവറുകൾ കഅബ് ഇബ്നു മാലിക്കിനോട് ചോദിക്കുന്നു, കഅബേ എന്ത് സംഭവിച്ചു? യുദ്ധത്തിന് നിന്നെ കണ്ടില്ലല്ലോ. മഹാനവറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് എന്താ പറയുന്നറിയോ? നബിയേ, ലൗ ജലസ്തു ഇൻദ വൈരിക മിൻ അഹ്ലി ദുനിയാ ലറഅയ്തു അന്നീ സഅഖ്റുജു മിൻ സഖ്തിഹി ബിഉദ്രിൻ ലഖദ് ഉതീതു ജദലാ. നിങ്ങളല്ലാത്ത ഏത് മനുഷ്യനായിരുന്നാലും ആ മനുഷ്യന്റെ മുമ്പിൽ വാചകമടിച്ച് തർക്കിച്ച് ജയിക്കാൻ എനിക്ക് കഴിയും. നിങ്ങളല്ലാത്ത ഏത് മനുഷ്യരാണെങ്കിലും അവന്റെ മുമ്പിൽ ഞാൻ കളവ് പറയും. എനിക്ക് കളവ് പറഞ്ഞ് രക്ഷപ്പെടാം. ഇവിടെ മദീനയിൽ 80-ൽ ചില്ലാനം ആളുകൾ പലതും പറഞ്ഞ് അവരുടെ ഉതിർ ബോധിപ്പിച്ച് പ്രവാചകനിൽ നിന്ന് മാറിയിട്ടുണ്ട്. നബിയേ, എനിക്ക് കളവ് പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. എന്താണ് എന്റെ സ്വഭാവം? ഞാൻ നിങ്ങളോട് കളവ് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങളിലേക്ക് അള്ളാഹുവിന്റെ പ്രതിഷേധം അരങ്ങേറും. അതുകൊണ്ട് ഞാൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സത്യം മാത്രമാണ് തുറന്നു പറയുന്നത്. ഞാൻ നിങ്ങളോട് സത്യം തുറന്നു പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പ്രതിഷേധിക്കും. നിങ്ങളോട് ഞാൻ കളവ് പറഞ്ഞാൽ നിങ്ങളോട് അള്ളയും പ്രതിഷേധിക്കും എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ സത്യം തന്നെ പറയാൻ തയ്യാറാകുന്നത്. അങ്ങനെ അദ്ദേഹം നബിയോട് പറയുന്നു, ഒരു കാരണവും ഉണ്ടായില്ല, ഞാൻ വെറുതെ വരാതിരുന്നതാണ്. നമ്മൾ ആളുകളെ വല്ല കാര്യത്തിനും വേണ്ടി വിളിക്കുമ്പോ 100,000 കാര്യങ്ങൾ നമ്മുടെ സദസ്സിൽ നിന്ന് പിരിയുന്നത് വരെ ഉഴുതുകൾ പറയാനുണ്ടാകും. അവർക്ക് ഒരു കാരണവുമില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വന്നുകൊണ്ട് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? ഒരു കാരണം ഉണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാ, അമ്മാ ഹാദാ ഫഖദ് സദഖ, ഈ കഅബ് സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഫഖും ഹത്താ യഖ്ളിയല്ലാഹു ഫീക, അതുകൊണ്ട് നീ മാറി നിൽക്കൂ. നിന്റെ കാര്യത്തിൽ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ തീരുമാനം വരുന്നതുവരെ ഇനി ഒന്നും പറയാൻ പറ്റില്ല. ഇത് പറഞ്ഞപ്പോൾ ബനീ സലമ ഗോത്രത്തിൽപ്പെട്ട ആയിരക്കണക്കായ ആളുകൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പിന്തുടരുകയാണ്. അദ്ദേഹത്തോട് അവർ പറയുന്നു, നീ മുഹമ്മദിനോട് കളവ് പറഞ്ഞിരുന്നെങ്കിൽ, മുഹമ്മദ് നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എങ്കിൽ നിന്റെ പാപമോചനം നടക്കുകയും ഒരു പ്രശ്നമില്ലാതെ നീ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്തിനു വേണ്ടിയാണ് നീ സത്യം തുറന്നു പറഞ്ഞത്? ഏറ്റവും വലിയ വിവരക്കേടാണല്ലോ നീ ചെയ്തത് എന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ബനീ സലമ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ വിളിച്ചു പറയുകയാണ്. മഹാനവറുകൾ അവരോട് പറയുന്നത് എന്താണെന്നറിയാമോ? എന്റെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞതുപോലെ മറ്റാരെങ്കിലും ഇത്തരം സത്യം തുറന്നു പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവമുണ്ടോ? ഹൽ ലഖിയ ഹാദാ മഈ മിൻ അഹദിൻ, എന്നെ പോലെ ആരെങ്കിലും പ്രവാചകനെ ഈ രൂപത്തിൽ സമീപിച്ചിട്ടുണ്ടോ? അവര് പറയുന്നു, 2 ആളുകൾ സമീപിച്ചിട്ടുണ്ട്. മുറാറത്ത് ബിൻ റബീഅ എന്ന് പറയുന്ന മനുഷ്യനും ഹിലാൽ ബിൻ ഉമയ്യ എന്ന് പറയുന്ന മനുഷ്യനുമാണ്. നീ പറഞ്ഞതുപോലെ സത്യം പറഞ്ഞുകൊണ്ട് മുഹമ്മദിന്റെ ദേഷ്യത്തിന് അടിമപ്പെട്ടിരിക്കുന്നത്. മഹാനവറുകൾ പറയുന്നു, ദകറൂലി റജുലൈനി സ്വാലിഹൈൻ, 2 സ്വാലിഹികളായ ആളുകളെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സ്വാലിഹികളായ ആളുകൾ സത്യമേ പറയൂ. അതുകൊണ്ട് അവരെന്ത് ത്യാഗം സഹിക്കാൻ തയ്യാറാകുന്നു, ആ ത്യാഗം ഞാനും സഹിക്കാൻ തയ്യാറാകുന്നു. ഖദ് ഷഹിദാ ബദറൻ, ആ 2 മനുഷ്യന്മാരും ബദറിൽ പങ്കെടുത്ത ആളുകളാണ്. അതുകൊണ്ട് ഞാനും അവരോടുകൂടെ കൂടുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ ബഹിഷ്കരിക്കുന്നു, സഹാബാക്കൾ ഞങ്ങളെ ബഹിഷ്കരിക്കുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദൂതനത എന്റെ അരികിലേക്ക് വരികയാണ്. എല്ലാ കാര്യങ്ങളും എന്നോട് അന്വേഷിക്കുന്നു. എന്റെ കൂട്ടുകാർ 2 പേരെന്താ ചെയ്യുന്നത്? ഈ 2 സഹാബികളും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മാന്യനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഒക്കെ കുറച്ച് പ്രായമുള്ള ആളുകളാ. അവര് സങ്കടം സഹിക്കവയ്യാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊടുങ്ങിയിട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ അവര് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇവര് 2 പേരും
കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ യുവാവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നും വില വെക്കാതെ ഞാൻ ടൗണിൽ ഇറങ്ങും, അങ്ങാടിയിലേക്ക് ഇറങ്ങിച്ചെല്ലും, എന്നിട്ട് ആളുകളുമായി സംവദിക്കും. ആരും എന്നോട് മിണ്ടില്ല. ഞാൻ സലാം പറയും, ആരും സലാം അടക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ സലാം പറയുമ്പോ നബി എന്നോട് സലാം അടക്കിയോ, പ്രവാചകന്റെ രണ്ട് ചുണ്ടുകളും ഇളകിയോ എന്ന് ഞാൻ ഇങ്ങനെ സംശയിക്കും. നമസ്കരിക്കാൻ ഞാൻ പോകുമ്പോ പ്രവാചകന്റെ തൊട്ട് ബാക്കിൽ തന്നെ പോയി നിൽക്കും. പ്രവാചകനെ ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. പ്രവാചകൻ എന്റെ ഭാഗത്തേക്ക് തിരിയുമ്പോ ഞാൻ പ്രവാചകനെ നോക്കുമ്പോഴേക്ക് പ്രവാചകൻ കണ്ണു തിരിക്കും. ഇങ്ങനെ വളരെ പ്രയാസകരമായ സാഹചര്യമായപ്പോൾ ഹത്താ തസവ്വർതു ജിദാറ ഹായ്തി അബീ ഖത്താദ, ഞാൻ അബൂ ഖത്താദ എന്ന് പറയുന്ന എന്റെ ഒരു പിതൃവ്യന്റെ മോനുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു മതിലിന്റെ തണലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ അതാ അബൂ ഖത്താദ കടന്നു വരുന്നു. അബൂ ഖത്താദയോട് ഞാൻ സലാം പറഞ്ഞു, അദ്ദേഹം സലാം അടക്കിയില്ല. ഞാൻ അബൂ ഖത്താദയോട് ചോദിച്ചു, യാ അബാ ഖത്താദ അൻഷുദുക ബില്ലാഹ് ഹൽ തഅലമുനി ഉഹിബ്ബുല്ലാഹ വറസൂലഹു. ഓ സുഹൃത്തെ, നമ്മൾ എത്ര ആത്മീയമായ ബന്ധമുള്ള ആളുകളാണ്. ഞാൻ അള്ളാഹുവിനെയും പ്രവാചകനെയും സ്നേഹിക്കുന്നു എന്ന വിവരം നിനക്കറിയില്ലേ? എന്താണ് എന്റെ സലാം അടക്കാതെ പോകുന്നത്? അദ്ദേഹം ഒരു മറുപടിയും പറയുന്നില്ല. അങ്ങനെ മിണ്ടാതെ പോയപ്പോ ഫഫാലത്ത് ഐനായ, എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുന്നു, എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ടാകുന്നു. അങ്ങനെ ടൗണിലൂടെ ഞാൻ നടക്കുമ്പോ ഇതാ നബുത്തിയും മിൻ നബുത്തി അഹ്ലി ശാം മിമ്മൻ ഖദിമ ബിത്താമി യബീയു ബിൽ മദീന. ആ മാർക്കറ്റിലൂടെ പോകുമ്പോ ഒരു മനുഷ്യൻ അവിടെ കച്ചവടം നടത്തുന്നുണ്ട്. അദ്ദേഹം സിറിയയിൽ നിന്ന് വന്ന മനുഷ്യനാണ്. ആ മനുഷ്യനതാ വന്നിട്ട് അന്വേഷണം നടത്തുന്നു. മൈ യദുല്ലു അലയ്യ കഅബ് ബിൻ മാലിക്, ആരാണ് എനിക്ക് കഅബ് ബിൻ മാലിക്കിനെ കാണിച്ചു തരിക? മാർക്കറ്റിൽ വന്നിട്ട് അദ്ദേഹം അന്വേഷിക്കുന്നു, ഇവിടെ കഅബ് ബിൻ മാലിക് ഉണ്ടോ? അങ്ങനെ ആളുകളെല്ലാം എന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ആ മനുഷ്യൻ എന്റെ അരികിലേക്ക് വരുന്നു. അങ്ങനെ അദ്ദേഹം ഫദഫഅ ഇലയ്യ കിതാബൻ മിൻ മലികി വസ്സാൻ രാജാവിന്റെ ഒരു ലെറ്ററാണ് അദ്ദേഹം എനിക്ക് തരുന്നത്. ആ ലെറ്റർ തുറന്നു നോക്കുമ്പോൾ എന്താണ് അതിലുള്ളത്? അമ്മാ ബഅദു ഫഇന്നഹു ഖദ് ബലഗനാ അന്ന സാഹിബക ഖദ് ജഫാക. ഓ കഅബേ, നിന്റെ മുഹമ്മദ് ഉണ്ടല്ലോ, നിന്റെ പ്രവാചകൻ നിന്നെ ബഹിഷ്കരിച്ചു എന്ന വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വലം യജ്അൽകല്ലാഹു ബിദാരിൻ ഹവാൻ, നീ ഇങ്ങനെ മോശക്കാരനാവേണ്ടതില്ലല്ലോ. ഇങ്ങനെ ഒസാൻ രാജാവിന്റെ ഭാഗത്തിൽ നിന്ന് ലഭ്യമായ ലെറ്റർ വായിക്കുമ്പോൾ അതിൽ കാണുന്നത് എന്നെ ഇസ്ലാമിൽ നിന്ന് അവരുടെ മതത്തിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു വളരെ സങ്കടകരമായ സാഹചര്യമാണ്. ഇതുകൂടെ ആയപ്പോൾ എനിക്ക് സഹിക്കാനായില്ല. അങ്ങനെ വളരെ പ്രയാസത്തോടുകൂടെ ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ ഭാഗത്തിൽ നിന്നതാ ഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതീനി, പ്രവാചകന്റെ ഒരു പ്രതീതി അതാ കടന്നു വരുന്നു. അദ്ദേഹം വന്നിട്ട് എന്താ പറയുന്നത് എന്നോ? ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുകാൻ തഅ്തസില ഇംറാതക. നബി പറയുന്നത് ഒരു ദൂതനെ പറഞ്ഞു വിട്ടുകൊണ്ട് പറയുന്നു, ഓ കഅബേ, നീ ഒരു കാര്യം ചെയ്യണം. നീ ചെയ്ത ഈ തെറ്റിന് ഫലമായി കൊണ്ട് നീ ചെയ്യേണ്ടത് എന്താണെന്നോ? നിന്റെ ജീവിത പങ്കാളിയായ നിന്റെ ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയെ നീ വെടിയുകയാണ് വേണ്ടത്. നീയും ഭാര്യയും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. താങ്ങാനാവാത്ത പ്രയാസത്തോടുകൂടെ ഞാൻ ജീവിക്കുമ്പോൾ അടിക്കടിയായിക്കൊണ്ട് പ്രയാസം എന്നെ അഭിമുഖീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ, തന്റെ പ്രതീതി എന്റെ അരികിൽ വന്നുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നു, ഞാൻ എന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലുകയാണോ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വേണ്ട, നീയും നിന്റെ ഭാര്യയുമായി ഒന്ന് വേറിട്ട് നിന്നാൽ മതി. അങ്ങനെ എന്റെ ഭാര്യയോട് ഞാൻ പറയുന്നു, നീ നിന്റെ വീട്ടിലേക്ക് പോകൂ. ഓ സഹോദരി, നിന്റെ കുടുംബവുമായി നീ ജീവിക്കുക, നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഇനി പറ്റില്ല. അങ്ങനെ വളരെ പ്രയാസത്തോടുകൂടെ കലങ്ങിയ കണ്ണുമായി വിതുമ്പുന്ന ഹൃദയവുമായി ഞാൻ ജീവിക്കുകയാണ്. മാത്രമല്ല എന്റെ സുഹൃത്തുക്കൾ അവർ രണ്ടുപേരും ഈ അവസ്ഥയിൽ തന്നെയാണ്. ആ സന്ദർഭത്തിൽ അതാ ഹിലാൽ ബിൻ ഉമയ്യയുടെ ഭാര്യ വന്നുകൊണ്ട് റസൂലിനോട് പറയുന്നു, നബിയെ, ഹിലാൽ ബിൻ ഉമയ്യ വൃദ്ധനാണ്, ആ മനുഷ്യൻ പാവമാണ്, അദ്ദേഹം സ്വന്തമായി ജീവിക്കാൻ കഴിയാത്ത മനുഷ്യനാണ്, അദ്ദേഹത്തെ സഹായിക്കാൻ ഞാൻ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രയാസമാകും, അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ അദ്ദേഹത്തിന്റെ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കാം, പക്ഷേ ഭാര്യ ഭർത്തൃ ബന്ധം പുലർത്താൻ പാടില്ല. നിങ്ങൾ രണ്ട് റൂമിൽ തന്നെയാണ് താമസിക്കേണ്ടത്.
ഒരിക്കലും ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ പാടില്ല, നിങ്ങൾ വേറിട്ട് നിൽക്കണം. ആ സന്ദർഭത്തിൽ ആ സഹോദരി റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയെ ഇന്നഹു വല്ലാഹി മാ ബിഹി മിൻ ഹർകത്തിൻ ഇലാ ഷൈഇൻ, അദ്ദേഹം വൃദ്ധനാണ്, അത്തരം ഒരു പ്രശ്നവും അദ്ദേഹത്തിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നാൽ നീ അദ്ദേഹത്തെ സഹായിക്കുക. അങ്ങനെ ഈ 3 സഹാബികളും വിതുമ്പി കരഞ്ഞുകൊണ്ട് വളരെ പ്രയാസത്തോടുകൂടെ 50 ദിവസം അവർ വെണ്ണീർ തിന്നുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. സഹാബാക്കൾ ആരും അവരോട് സഹകരിക്കുന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം നടത്തുന്നു. ഒരു സുബ്ഹി നമസ്കാരം 50-ാം ദിവസം സുബ്ഹി നമസ്കാരത്തിന് അവരെല്ലാവരും സംബന്ധിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഓതി കേൾപ്പിക്കുകയാണ്, നബിയെ ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ അല്ലദീന തബഉ ഫിസ്സാഅത്തിൽ ഉസ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മഹാനവറുകളുടെ അൻസാറുകളും മുഹാജിറുകളുമായ സഹാബാക്കൾക്കും അല്ലാഹു എല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു. വഅല തലാസത്തില്ലദീന ഖുല്ലിഫൂ, തബൂക്ക് യുദ്ധത്തിലേക്ക് വരാതെ ആ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നതായ 3 പേർക്കും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. അവരുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ഹത്താ ഇദാ ലാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത്, ഭൂമി വളരെ വിശാലമാണെങ്കിലും ഭൂമി അവർക്ക് കുടുസായി പോയി. അത്രയും പ്രയാസം അവർ സഹിച്ച് അള്ളാഹുലേക്ക് അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച് ഇന്ന് അവരുടെ തൗബ ഇതാ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം അങ്ങോട്ട് അരങ്ങേറിയപ്പോൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സന്ദർഭത്തിൽ അതാ വലിയ ശബ്ദത്തോടുകൂടെ പല ആളുകളും വിളിച്ചു പറയുകയാണ്, യാ കഅബ് ഇബ്നു മാലിക് അബ്ശിർ, കഅബ് ഇബ്നു മാലിക്കേ നീ സന്തോഷിക്കുക, നിങ്ങളുടെ പാപം അല്ലാഹു തആല പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സമാധാനിപ്പിക്കാൻ നിരവധി ആളുകൾ കൂട്ടത്തോടെ ഞങ്ങളിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ ചെയ്ത തെറ്റ് അല്ലാഹു പുറത്തു തന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ സഹോദരന്മാരെല്ലാവരും ഞങ്ങളെ ആലിംഗനം ചെയ്യുകയും ഞങ്ങളെ ഹസ്തദാനം നടത്തുകയും ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെ എല്ലാവിധ തെറ്റുകളിലും ഞങ്ങൾ മോചിതരായല്ലോ എന്ന സമാധാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുകയാണ് ഉണ്ടായത് എന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞ സംഭവങ്ങളിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര വലിയ തെറ്റുകളാണെങ്കിലും ആ തെറ്റുകളിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗം നിർബന്ധമായും നമ്മൾ ചെയ്തിരിക്കണം. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിന്റെ ഭാവിയിൽ വരാനിരിക്കുന്ന ആളുകൾ, പിൻഗാമികളായ ആളുകൾ, അന്ത്യനാളിനോടടുക്കുന്ന കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, അവർ നല്ലവരാവണമെങ്കിൽ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ, മുൻഗാമികളായ ആളുകൾ, പ്രവാചക ശിഷ്യന്മാർ, സലഫുസ് സാലിഹികൾ എന്തുകൊണ്ടാണോ നന്നായത് അതുകൊണ്ട് മാത്രമേ നമുക്ക് നന്നാവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള എത്രയും പെട്ടെന്നുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപക്കറകളും അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയുമാറാവട്ടെ. അതുപോലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് ഏവർക്കും മോചനം നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.